മക്കൾ വീട്ടിൽ വരുന്നത് വരെ അവർക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരാതി കൊടുത്തതിന് ശേഷം നടന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ, മോൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നടന്നത്. കാരണം സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് കോളേജിൽ നിന്ന് വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ വിവരങ്ങൾ അറിയണത്. കാരണം ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിയണം. അതൊക്കെ പറഞ്ഞു. ഇപ്പോൾ മോൻ പറഞ്ഞു സംഭവിച്ച കാര്യങ്ങളൊക്കെ. ഈ പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തു. അവരാദ്യം ഈ റാഗിങ്ങിന് കേസെടുത്തു എന്ന് പറഞ്ഞിരുന്നു, അതോ മറ്റു കോളേജിൽ നടന്ന അടിക്കാണോ കേസെടുത്തത്? കേസെടുത്ത് കോളേജിൽ നിന്ന് റിപ്പോർട്ട് വന്നെങ്കിലേ നമുക്ക് അതിനുള്ള കേസ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. CA പറഞ്ഞായിരുന്നു. CA സാർ ഇങ്ങനെ പറഞ്ഞു, കോളേജിൽ നിന്ന് റിപ്പോർട്ട് വന്നെങ്കിൽ നിങ്ങൾ കേസ് ഫയൽ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഈ സംഭവം നടക്കുന്ന 11-ാം തീയതി നടക്കുന്നു. ഇപ്പോൾ ഇന്നിപ്പം 18ആയി, ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നലെയാണ് പ്രിൻസിപ്പൾ പറയുന്നത് റാഗിങ് നടന്നു എന്ന് പറയുന്നത് അല്ലേ? ഹിയറിംഗ് ഉണ്ടായിരുന്നല്ലോ, ഹിയറിംഗ് അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നതിന് ശേഷം കേസ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ശരി. അതിൽ മറ്റ് തുടർ നടപടികൾ എന്താണ്? തുടർ നടപടികളെന്ന് പറഞ്ഞാൽ നാളെ ഒരു സമയത്ത് ഇതേപോലെ നിരപരാധിയായ ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കരുത്. അതുകൊണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഇതിപ്പോൾ SFI പ്രവർത്തകർ തന്നെയാണോ റാഗിങ്ങിന് വിധേയമാക്കിയത്? അങ്ങനെ എന്തെങ്കിലും അറിയുണ്ടോ? അവിടെ ആ ഒരു യൂണിറ്റേ ഉള്ളൂ. അവരായിരിക്കണമല്ലോ പ്രവർത്തിക്കുന്നതും അവിടെ ഇത് ചെയ്തതും അവരായിരിക്കണമല്ലോ, അല്ല വേറെ യൂണിറ്റ് അവിടെ ഇല്ല. ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ ഇപ്പോൾ വാർത്ത കാണുന്ന ആളാണ്. കേരളത്തിലെ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് കാണുന്നുണ്ട്. ഈ നമ്മുടെ സിദ്ധാർത്ഥൻ റാഗിങ്ങിന് വിധേയമായി മരിച്ചിട്ട് ഇന്ന് 1 വർഷം തികയാണ്. അത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു ജൂനിയർ വിദ്യാർത്ഥിയെ ക്രൂരമായിട്ട് സീനിയേഴ്സ് റാഗ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കണം. ഇനി സംഭവിക്കരുത് നമ്മൾ പറയുന്നതിനിടയിലാണ് തന്നെയാണ് ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു പലയിടങ്ങളിലും. ഇതിനെങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നൊരു ചോദ്യം ഉണ്ടല്ലേ? അത് അധികാരികൾ അതിന് മുൻകൈ എടുത്ത് അത് ഉന്മൂലനം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ള അഭ്യർത്ഥന. ഒരു സാധാരണക്കാരായ ആളുകളുടെ മക്കളെ നമ്മളിങ്ങനെ പഠിക്കാൻ വിടുമ്പോഴത്തേക്കും ഈ രീതിയിൽ ചെയ്യുന്നത് ആർക്ക് തടയാൻ കഴിയും? അത് ഇവിടുത്തെ ഭരണാധികാരിക്ക് കഴിയുള്ളൂ, അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർക്കും കഴിയും. അപ്പനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ആദിയാണ് മക്കളെ എവിടെയെങ്കിലും പറഞ്ഞു വിട്ട് കഴിയുമ്പോഴല്ലേ? മക്കൾ വീട്ടിൽ വരുന്നത് വരെ അവർക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല, ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ. എന്തായാലും ഇക്കാര്യത്തിനകത്ത് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. കോളേജിൽ നിന്നുള്ള അന്തിമ റിപ്പോർട്ട് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കഴക്കൂട്ടം പോലീസിൽ ലഭിക്കുന്നത്. നിലവിൽ സംഘർഷത്തിന് കേസെടുത്തിട്ടുള്ള പോലീസ് റാഗിങ്ങിന്റെ വകുപ്പ് കൂടി ചേർത്തുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കും. പ്രതികൾക്കെതിരെ റാഗിങ്ങിന്റെ വകുപ്പ് കൂടി ചുമത്തുമെന്നുള്ള വിവരമാണ് കഴക്കൂട്ടം പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി മറ്റൊരാൾക്ക് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൻ തിരുമലയ്ക്കൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.